നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ എവിടെയും ചർച്ച തന്ത്രപരമായ സൈനിക താവളങ്ങളെക്കുറിച്ചാണ്. അയൽരാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ യുദ്ധത്തിൽ നിർണായകമാണ്. ചൈനയെ പോലെ അയൽരാജ്യങ്ങളിൽ വ്യാപകമായി നിക്ഷേപിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ പാകിസ്ഥാന് തൊട്ടടുത്തൊരു ഇന്ത്യൻ നിയന്ത്രിത തുറമുഖമുണ്ടെന്ന് പറഞ്ഞാൽ അധികമാരും വിശ്വസിക്കില്ല. അതാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഇറാനിലെ ചബഹാർ പോർട്ട്. കുറേ വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ 10 വർഷത്തെ നടത്തിപ്പ് അവകാശം കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ നേടിയത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ. ഒമാൻ കടലിടുക്കിൽ തന്ത്രപരമായ സ്ഥാനത്തുള്ള ഇറാനിലെ ആദ്യ ഡീപ്പ് വാട്ടർ തുറമുഖം എന്തിനാണ് ശതകോടികൾ മുടക്കി ഇന്ത്യ ഏറ്റെടുത്തത് എന്ന് ചോദ്യമറിഞ്ഞവർ ഏറെയുണ്ടായിരുന്നു. എന്നാൽ വാണിജ്യ രംഗത്ത് മാത്രമല്ല, പ്രതിരോധ രംഗത്തും ചബഹാറിന് പ്രാധാന്യമുണ്ട്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ചബഹാർ തുറമുഖം. പ്രധാനമായും 2 ടെർമിനലുകളാണ് ഇവിടെയുള്ളത്: ഷഹീദ് കലന്താരിയും ഷഹീദ് ബെഹേഷ്തിയും. ഇതിൽ രണ്ടാമത്തെ ടെർമിനൽ വികസിപ്പിക്കുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമാണ് ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി മധ്യേഷ്യയിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് കടന്നു ചെല്ലാമെന്നതാണ് പ്രധാന പ്രത്യേകത. ഇറാന്റെ റെയിൽ ശൃംഖലയിലേക്ക് ചബഹാർ തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ നിക്ഷേപമുണ്ട്. ഏതാണ്ട് $500 മില്യൺ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 4200 കോടി രൂപ ഇന്ത്യ ഇവിടെ വിവിധ പദ്ധതികൾക്കായി നിക്ഷേപിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിർദ്ദിഷ്ട ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴിയുടെ ഭാഗമാണ് ചബഹാർ തുറമുഖം. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ കടലിടുക്കിനെയും ഇറാനിലൂടെ കാസ്പിയൻ കടലിലേക്കും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടം. ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് യൂറോപ്പിലേക്കുള്ള എളുപ്പവഴി. സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തേക്കാൾ 15 ദിവസം കുറച്ച് മതി എന്നതാണ് ഈ സാമ്പത്തിക ഇടനാഴിയുടെ പ്രത്യേകത. 2024 ഡിസംബറിലെ കണക്ക് പ്രകാരം 2018 ശേഷം ചബഹാർ തുറമുഖത്ത് 450 കപ്പലുകളെത്തി. 1,34,082 TEU കണ്ടെയ്നറുകളും 87 മില്യൺ ടൺ കാർഗോയും കൈകാര്യം ചെയ്തതെന്ന് രേഖകൾ പറയുന്നു. 2002 ഇറാനിലെ ചബഹാറിൽ ഒരു വാണിജ്യ തുറമുഖം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് വരുന്നത്. തൊട്ടടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ച ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് ഖാത്തിമി അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയുമായി ഒപ്പിട്ട കരാറുകളിലൊന്ന് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടായിരുന്നു. 2016 ഇന്ത്യയും ഇറാനും അഫ്ഗാനും തമ്മിൽ വ്യാപാര ഇടനാഴി സ്ഥാപിക്കാനും അതിന്റെ ട്രാൻസിറ്റ് പോയിന്റായി ചബഹാർ തുറമുഖത്തെ മാറ്റാനും കരാറിലെത്തി. തുടർന്ന് ഷഹീദ് ബെഹഷ്തി തുറമുഖത്തിന്റെ പണിയും തുടങ്ങി. 2017 അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഗോതമ്പുമായുള്ള കപ്പലെത്തിയതോടെ തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2019 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ ചരക്കെത്തി. ഇറാനുമായി ഹ്രസ്വകാല കരാറുകൾ ഒപ്പിട്ടായിരുന്നു ഇന്ത്യ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ മേഖലയിലെ സംഘർഷാവസ്ഥയും രാഷ്ട്രീയ വിഷയങ്ങളും ഇടക്കാല കരാറുകളും കാരണം നിക്ഷേപകരൊന്നും താല്പര്യം കാണിച്ചില്ല. തുടർന്നാണ് ദീർഘകാല കരാറിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചിന്തിക്കുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ 10 വർഷത്തെ കരാറിലെത്തിയത്. പടിഞ്ഞാറൻ ഇറാൻ അതിർത്തിയിൽ പാകിസ്ഥാനോട് ചേർന്നാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായി ചൈന ഗ്വാദർ തുറമുഖം വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ നീക്കങ്ങൾ വേഗത്തിലാക്കി. ഇതും ഇപ്പോൾ മേഖലയിൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ഭീതി കൂടി പാകിസ്ഥാനുണ്ട്. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തജിക്കിസ്ഥാനിലെ ഫർക്കോർ വ്യോമതാവളത്തിലേക്ക് എളുപ്പത്തിലെത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഈ തുറമുഖം പണിയുന്നത്. 3 പതിറ്റാണ്ടുകളായി ഇന്ത്യയും തജിക്കിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണം തുടങ്ങിയിട്ട്. 2011 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ ഇന്ത്യൻ തജിക്കിസ്ഥാൻ വ്യോമസേനയുടെ സഹകരണത്തോടെ എയർബേസ് പണിയുന്നത്. ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടായാലാണ് ഇതിൻ്റെയൊക്കെ വില അറിയുക.